ഇപ്പോൾ കണ്ണൂർ മാത്രം പേരുള്ള ഒരാളോട് എറണാകുളത്ത് ഫ്രീ ആയിട്ട് ഫ്ലൈറ്റ് ഇടാന്ന് പറഞ്ഞാൽ പോലും വരില്ല. വൈ ദേ ഷുഡ് കം? കാരണം അവരുടെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെയാണ്. അവരുടെ അമ്പലമോ പള്ളിയോ ഈവൻ മിൽമ ബൂത്ത് പോലും ആൾക്കാരെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? പക്ഷേ സീനിയർ ലിവിങ്ങിലേക്ക് വരുമ്പോൾ അവർ ആ ഒരു അനദർ ഏജ് ഗ്രൂപ്പിലേക്ക് കടന്നുള്ള ബോധ്യം ആദ്യം അവർക്ക് ഉണ്ടാവണം. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സർവീസാണ്. വാട്ട് കൈൻഡ് ഓഫ് സർവീസിന്റെ റീഡ് എന്നുള്ളതാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. ആ സർവീസസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അവരിവിടേക്ക് അട്രാക്ട് ചെയ്യുന്നത്. അവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കാര്യങ്ങൾ അവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സമയത്ത് തന്നെയാണ് ചെയ്യേണ്ടതെന്നും ഡിപ്പെൻഡൻ്റ് ആയി കഴിയുമ്പോൾ അത് വേറൊരു ആക്ടിവിറ്റി ആണെന്നുള്ളതുപോലെ ബോധ്യം വരുമ്പോഴേ ആൾക്കാർ ഇതിലേക്ക് വരും. അപ്പോൾ ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നത് സീനിയർ ലിവിംഗ് പ്രോജക്റ്റുകൾക്ക് ലൊക്കേഷൻ ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം ഹൂ ഈസ് ഗോയിങ് ടു കെയർ യു, വാട്ട് കൈൻഡ് ഓഫ് സർവീസ് യു ആർ ഗോയിങ് ടു ഗെറ്റ് അറ്റ് വാട്ട് പ്രൈസ് എന്നുള്ളത് മാത്രമാണ് റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യം. അപ്പോൾ അതുകൊണ്ട് ഐ തിങ്ക് ലൊക്കേഷൻ ഇഷ്യൂ പ്രോപ്പർലി പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ സീനിയർ ലിവിംഗ് ഹോംസിന് ഇല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് സർവീസ് ചെയ്യുന്ന ആൾക്കാരുടെ ക്രെഡിബിലിറ്റിയാണ്. ഇപ്പോൾ അസറ്റ് ഹോംസ് ആണ് സർവീസ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഒരാളും മേടിക്കില്ല. കാരണം ഞങ്ങൾക്ക് അതിനകത്തുള്ള റെലവൻ്റ് എക്സ്പീരിയൻസ് ഒന്നുമില്ല. വി ഡോണ്ട് നോ ഹൗ ടു ടേക്ക് കെയർ ഓഫ് എൽഡർലി പീപ്പിൾ. അതുകൊണ്ട് തന്നെയാണ് വേൾഡിലെ ഏറ്റവും മികച്ച കൊളംബിയ പസഫിക് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ഞങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ ആ സീനിയർ ലിവിംഗ് ഹോമുകളിൽ ലോകത്തെവിടെയും ഉള്ള പ്രായമായ ആൾക്കാർക്ക് ലഭിക്കുന്ന ഒരു പരിരക്ഷയും ഒരു പരിചരണം ഉണ്ടല്ലോ, അത് കേരളത്തിൽ കൊടുക്കാൻ ഞങ്ങൾക്ക് പുത്തവും ബോധ്യമുണ്ട്. കാരണം ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ അതിൽ വളരെ പ്രൊഫഷണലായിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ കസ്റ്റമേഴ്സിനെ നമ്മളിലേക്ക് വരാനായിട്ട് പ്രേരിപ്പിക്കുന്നത്.